നൌഷാദ് അലി, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കൂ, നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രഭാത സദസ്സിൽ പങ്കെടുക്കാൻ പോയ കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. കാരണം പാർട്ടി ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന് നിരക്കാത്ത വിധത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പാർട്ടിക്ക് വെളിയിലാവും എന്നുള്ളതായിരുന്നു നയം. ഇപ്പോൾ പാർട്ടി ഇവിടെ ഒരു നിലപാടെടുത്തിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോകുന്നില്ല. ഇവിടെ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ നേതാക്കളെ നമ്മൾ ആ ഉദ്ഘാടന ചടങ്ങിൽ പുറകിലെങ്ങാനും കണ്ട അവരെ കോൺഗ്രസ് പുറത്താക്കുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ പോയ ആളുകളെ പുറത്താക്കിയാൽ നേരിടാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. മാത്രമല്ല, ഒരു കാലത്ത് രാജീവ് ഗാന്ധിയുടെ പ്രൊജക്ട് ആയിരുന്നു, അല്ലെങ്കിൽ ആ നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ഞങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്ന് ഇപ്പോഴും കർണാടകയിലെ കോൺഗ്രസ് പറഞ്ഞത് ഞാൻ പറഞ്ഞു. മധ്യപ്രദേശിലെ കോൺഗ്രസിനും രാജസ്ഥാനിലെ കോൺഗ്രസിനും ഒക്കെ ഞങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് തരേണ്ടതെന്നുള്ള അഭിപ്രായമുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി പോയി സഹകരിക്കുന്ന ആളുകളെയൊക്കെ പുറത്താക്കാനോ നടപടിയെടുക്കാനോ ഒക്കെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പറ്റുമോ? അങ്ങനെ ഒരു നീക്കം ഉണ്ടോ? അഭിലാഷ്, ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനത്തിനും നിലപാടിനും എതിരായിട്ട് പോയ രാജേന്ദ്ര പ്രസാദ് ഉള്ളൊരു പാർട്ടിയാണിത്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെടുത്തിയൊന്നും ഇതിനെ ഒരു ചോദ്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ കോൺഗ്രസ്സിൽ ഇങ്ങനെയുള്ള ഒരുപാട് റെഫറൻസുകളുണ്ട്. കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ പോകുന്ന ആളുകൾ പിന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ ഒരു അപ്രസക്തമാണ്. ഇനി ആരെങ്കിലും പോയാൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് അത്തരമൊരു വേളയിൽ ചർച്ച ചെയ്യാമെന്നതല്ലാതെ അതൊന്നും മുൻകൂർ പറയേണ്ട, ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ കോൺഗ്രസിനോട് മാത്രം ചോദിക്കുന്നത് എന്താണെന്നും കൂടി എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ നിലപാട് പറഞ്ഞ മറ്റേതെങ്കിലുമൊക്കെ പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരോടും കൂടി നിങ്ങളിങ്ങനെ ചോദിക്കണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ ഒരു കേഡർ പാർട്ടിയോ ഞങ്ങളുടെ പാർട്ടിക്ക് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിച്ച ആളെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന പാരമ്പര്യമുള്ള പാർട്ടിയൊന്നുമല്ല. ഇതൊരു വിശാല ജനാധിപത്യത്തിന്റെ നേതാക്കൾ. ഇപ്പോൾ കമൽനാഥ് 17 വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ക്ഷണമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിഗ്വിജയ് സിംഗ് ക്ഷണിക്കാത്തതിൽ ഖിന്നനാണ്. അപ്പോൾ ഇതുപോലെയുള്ള നേതാക്കൾക്ക് അന്ന് ഇപ്പോൾ അവിടെ ക്ഷണമില്ലാത്തത് കൊണ്ട് പോകാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ എന്നാലും ഇപ്പോൾ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ അവസരമാണെങ്കിൽ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. അല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ അവസരമാണ് ഇത് എന്ന് കോൺഗ്രസ് കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ സാധ്യതകളെയും നിരാകരിക്കുക എന്നുള്ളത് കൂടിയാണല്ലോ അതിൻ്റെ അർത്ഥം. നിങ്ങളങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത ഉള്ളതായിട്ട് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഉള്ള ഒരു പാർട്ടിക്ക് 4 നേതാക്കളെ അങ്ങോട്ട് ഒളിച്ചു കടത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ ഒളിച്ചു കടത്തിയോണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വല്ല നേട്ടമോ അതുകൊണ്ട് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നിലപാട് തന്നെ നമുക്ക് തിരുത്തി ഒരു പുതിയ മറ്റൊരു നിലപാടെടുത്താൽ പോരായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ കോൺഗ്രസ് ഒരു നിലപാടെടുത്തതിന് ശേഷവും ആ നിലപാടിനെ ഇങ്ങനെ സംശയദൃഷ്ടിയിലും ഇങ്ങനെ സ്തംഭിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ചില ആളുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാകാം. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ അത് ബാലിശമാണ് എന്ന് പറയാൻ അഭിലാഷ് ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് അസന്നിഗ്ധമായിട്ടൊരു തീരുമാനം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ രാമൻ എന്നത് ഈ രാജ്യത്തെ ഒന്നിപ്പിച്ച രാമനാണ്, ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കിയ രാമനാണ്. നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യ സമര വേളയിൽ ബംഗാളിൽ നിന്ന് പിന്നെ കാളി മാതാവിൻ്റെയും ദുർഗയുടെയും ഒക്കെ സ്തുതികളും മഹാരാഷ്ട്രയിൽ നിന്ന് പിന്നെ ഗണപതി സ്തുതികളൊക്കെ വന്ന് ഒരു മതകീയമായൊരു സാഹചര്യമൊക്കെ സ്വാതന്ത്ര്യത്തിന് പ്രയോജനപ്പെടുത്താൻ അവിടെയുള്ള നേതാക്കളെന്ന് ശ്രമിച്ചിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജി മുതൽ ഗോപാലകൃഷ്ണ ഗോഖലെയും തിലകനൊക്കെ അങ്ങനെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഗാന്ധിയുടെ രാമനാണ് അതിനൊക്കെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിപ്പിച്ചത്. ആ രാമനിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഞങ്ങൾ രാമൻ്റെ അവദാനങ്ങൾ പറയുന്നു, രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ തെറ്റാവും? ഞങ്ങളുടെ രാമസങ്കല്പം ഞങ്ങൾക്കുണ്ട്. രാമരാജ്യം ഈ രാജ്യത്ത് സംസ്ഥാപിതമാവണമെന്ന് പറഞ്ഞ ഗാന്ധിയാണ് ഞങ്ങളുടെ മാതൃക. അതേ ഗാന്ധി തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഭരണമാണ് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആളുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയും വിശ്വാസ സങ്കലനവുമാണ് കോൺഗ്രസിൻ്റെ മുഖമുദ്ര. ഞങ്ങൾ ആ വലിയ ഗൃഹാതുരത്വത്തിലാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. അല്ലാതെ ഉടവാളേന്തി ആളുകളെ കൊന്ന് വെട്ടിക്കീറി ധ്രുവീകരിച്ച് പല തട്ടുകളിലായി ചിതറിത്തെറിപ്പിക്കുന്ന രാമസങ്കല്പവും മതസങ്കല്പവും അല്ല കോൺഗ്രസിൻ്റേത്.